നമസ്കാരം. ടെന്റ് തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് മരിച്ച നിഷ്മയുടെ അമ്മ ജസീല പറഞ്ഞു. നിഷ്മയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് അറിയില്ല. അവർക്കാർക്കും പരിക്ക് പറ്റിയില്ല. തൻ്റെ മകൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്. ഇത്രയും സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ പെർമിറ്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ മകൾക്ക് മാത്രം അപകടം സംഭവിച്ചത്? ഹട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നും ജസീല ചോദിച്ചു. അപകടത്തിൻ്റെ വ്യക്തമായ കാരണം അറിയണം, നീതി കിട്ടണം. മകളുടെ കൂടെ പോയ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ജസീല ആവശ്യപ്പെട്ടു. യാത്ര പോയതിനു ശേഷം 3 തവണ മകൾ ഫോണിൽ സംസാരിച്ചിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പമാണെന്ന് പറഞ്ഞു. പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടിയിരുന്നില്ലെന്നും അവർ പ്രതികരിച്ചു. നിഷ്മ വിവാഹമോചിതയായത് 1 വർഷം മുമ്പാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരുപിടി സ്വപ്നങ്ങളുമായി അവൾ കോഴിക്കോട് നഗരത്തിൽ സ്വന്തമായി ബ്യൂട്ടീഷ്യൻ സ്ഥാപനം തുടങ്ങിയിരുന്നു. മലയോര മേഖലയായ നിലമ്പൂർ അകമ്പാടത്തേക്കാൾ ഏറെ അവസരങ്ങൾ കോഴിക്കോട് ലഭിക്കുമെന്നതായിരുന്നു നിഷ്മയുടെ കണക്കൂട്ടൽ. ബ്യൂട്ടീഷ്യൻ മേഖലയിൽ എത്തിയതോടെ കല്യാണത്തിന് മണവാട്ടിയെ ഒരുക്കാനായി നിരവധി ഫോൺ കോളുകൾ എത്തി. ഓരോ വ്യക്തിക്കും ചേരുന്ന മേക്കപ്പ് തിരഞ്ഞെടുക്കുന്നതിലെ നിഷ്മയുടെ കഴിവ് പ്രത്യേകതയായിരുന്നു. മേപ്പാടി കള്ളാടി 900 കണ്ടിയിലെ സ്വകാര്യ റിസോർട്ടിലെ ടെന്റ് തകർന്നാണ് നിഷ്മ മരിച്ചത്. സമീപത്തെ ടെന്റിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത്. 900 കണ്ടിയിലെ വനമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എമറാൾഡ് 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിലെ ടെന്റാണ് തകർന്നത്. മഴ പെയ്ത് ഷെഡിന്റെ മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയപ്പോൾ ടെന്റിന് മുകളിലേക്ക് പതിച്ച് തകരുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഉറപ്പില്ലാതെ ദ്രവിച്ച മരത്തടികൾ കൊണ്ടാണ് ടെന്റ് നിർമ്മിച്ചതെന്നാണ് ആരോപണം. സുഹൃത്തുക്കൾക്കൊപ്പം പോയ നിഷ്മ മാത്രം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സുഹൃത്തുക്കൾക്കൊപ്പം ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞാണ് നിഷ്മ പോയത്. എന്നാൽ ടെന്റിൽ അപകടത്തിൽപ്പെട്ടത് നിഷ്മ മാത്രമാണ്. ആരുടെ കൂടെയാണ് പോയതെന്നറിയില്ല. ഇതിൽ വ്യക്തത വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അന്നേ ദിവസം 3 തവണ നിഷ്മ വിളിച്ചിരുന്നു. ഉച്ചയ്ക്ക് മുമ്പാണ് വിളിച്ചത്. പിന്നീട് ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു. 12:30 എന്നാണ് എന്നാണ് വിവരം. രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരാൾ മാത്രം അതിൽ പെടുകയില്ല. ഈ വിഷയം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കൊലക്കുറ്റത്തിന് റിസോർട്ട് ഉടമകൾക്കെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. സുരക്ഷിതമല്ലാത്ത ടെന്റ് എന്തിനാണ് താമസിക്കാൻ നൽകിയതെന്നും നിഷ്മയുടെ കുടുംബം ചോദിക്കുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 16 അംഗ വിനോദസഞ്ചാരികളുടെ സംഘത്തിലാണ് നിഷ്മ റിസോർട്ടിലെത്തിയതെന്നാണ് സൂചന. റിസോർട്ടിലെ ടെന്റ് കെട്ടിയ ഷെഡ് തകർന്നു വീഴുകയായിരുന്നു. യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ടെന്റ് സ്ഥാപിക്കുന്ന ഷെഡിന്റെ തൂണുകൾ ദ്രവിച്ച നിലയിലായിരുന്നുവെന്നുമാണ് വിവരം. 2 വർഷം മുമ്പ് റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും പ്രവർത്തന അനുമതി ഇല്ലെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും അറസ്റ്റിലായിട്ടുണ്ട്. എമറാൾഡ് 900 വെഞ്ചേഴ്സ് റിസോർട്ടിന്റെ മാനേജർ സ്വച്ഛന്ദ്, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തു.